ആലോചനകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മൾ പലപ്പോഴും പല സിനിമകളും കാണാൻ തിയേറ്ററുകളിലൊക്കെ പോകുമ്പം ഇപ്പം ഇപ്പം തിയേറ്റർ വ്യൂയിങ് എക്സ്പീരിയൻസും അല്ലെങ്കിൽ ഒരു ഹോം വ്യൂയിങ് എക്സ്പീരിയൻസും തമ്മിലുള്ള ഒരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല. വീട്ടിൽ പലപ്പോഴും പോസ് ചെയ്യാറുണ്ട് അതെ. ആളുകൾ, പോയിട്ട് ഫോണൊക്കെ വിളിച്ച് തിരിച്ചു വരാറുണ്ട്. തിയേറ്ററിൽ പക്ഷേ സപ്പോസഡ്ലി നമ്മൾ ആ ഒരു ഇരുട്ടിനകത്ത് നിന്ന് ആ ഒരു സ്ക്രീൻ മാത്രം കണ്ടുകൊണ്ട് നമ്മുടെ അറ്റൻഷൻ വേറെ എവിടെയും പോവാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരിക്കണം എന്നുള്ളതാണ് അതിന്റെ ഒരു വെപ്പം. പക്ഷേ നമ്മൾ പലപ്പോഴും സിനിമയൊക്കെ കാണുമ്പോൾ ആളുകളെ ഇടയിൽ ഫോൺ നോക്കുന്നുണ്ട്, വാട്സാപ്പ് നോക്കുന്നുണ്ട്, റീൽസ് നോക്കുന്നവരെ ഞാൻ പല സിനിമകളിലും കാണാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു 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 വ്യൂയിങ് ഹാബിറ്റ് ഉള്ള സ്ഥലത്തേക്ക് ഇത് ഈ സ്വഭാവമുള്ള ഒരു സിനിമ ഇറക്കുന്നതിനെ കുറിച്ച് ഡെഫിനറ്റ്ലി ഞാൻ പലപ്പോഴും ആങ്ഷ്യസ് ആയിട്ടുണ്ട്. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഒരു തുടക്കത്തിലുള്ള ഒരു 10-15 മിനിറ്റിലാണ് എനിക്ക് ചെറിയൊരു ഒരു ഈ ഒരു വറി ഉണ്ടായിരുന്നത്. അതായത് അതിലൊരു ഒരുപാട് പരിചയപ്പെടലുകളുണ്ട്. അപ്പം അത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അത് കഥയുടെ സ്വഭാവമാണ്. അങ്ങനെയാണ്. ഒരു സ്പേസിനകത്ത് വരുന്ന ഒരുപാട് പേരാണ്. അവർ പലപ്പോഴും പലരും കുറെ കാലങ്ങളായിട്ട് കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുന്നവരുണ്ട്. അപ്പൊ ഈ പരിചയപ്പെടലുകൾ അവിടെ അനിവാര്യമായിരുന്നു ആ കഥയ്ക്ക്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു സ്ലോ പേസും ചില ഡയലോഗ്സ് നമുക്ക് സ്ട്രെച്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ചില പോസസ് സ്ട്രെച്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, കുറച്ച് ഓക്വേർഡ് പോസസും സൈലൻസസും എല്ലാം ഉണ്ട്. അപ്പൊ അത് ആളുകൾ എങ്ങനെയാണ് എടുക്കാന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ നേരെ മറിച്ച് പിന്നീട് നോക്കുവാണെങ്കിൽ അതില് ഇപ്പൊ പറഞ്ഞ നമ്മള് ചില ഈ പുതിയ ജനറേഷനിലുള്ള ആളുകളുടെ പെർസ്പെക്ടീവ്സ് ഒക്കെ അതിൽ ഒരുപാട് വരുന്നുണ്ട്. അങ്ങനത്തെ ആ ടൈപ്പ് ഓഫ് എഡിറ്റിംഗ് പാറ്റേൺസ് അതിലുണ്ട്, മ്യൂസിക് അതിലുണ്ട്. പക്ഷെ എനിക്ക് ആ ഒരു വറി ഉണ്ടായിരുന്ന ഈ തുടക്കത്തിലെ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ടായിരുന്നു.